നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകളുടെ ജീവിതം വെന്ത് വെണ്ണീറായതിന് ശാരദാമ്മ സ്വയം വിധിച്ച ശിക്ഷയായിരിക്കാം ഈ വനവാസമേ. അല്ലെങ്കിൽ മനഃശാന്തി തേടിയുള്ള ഒരു തീർത്ഥാടനം. കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ശാരദാമ്മ ശാന്തി ഏൽപ്പിച്ചായിരുന്നു. അതിനപ്പുറത്തെ ഒരു പ്രേതഭവനം പോലെ പൂട്ടിക്കിടക്കുക ശാരദാമ്മയുടെ വീട്. ആഴ്ചയിൽ ഒരിക്കലും മറ്റോ ശാന്ത വീട് തൂത്തു തുടച്ചാൻ വേണ്ടി തുറക്കും, അത്ര തന്നെ. അങ്ങ് തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു കുഗ്രാമത്തിൽ ശാരദാമ്മ ഹോട്ടൽ നടത്തി ജീവിക്കുന്നത് പറയുന്നവരുണ്ട്. പക്ഷേ അവർക്കൊന്നിലൊന്നും ഉറപ്പൊന്നുമില്ല. പറഞ്ഞു കേട്ടത് വെച്ച് ഒരിക്കൽ ശങ്കർ തിരക്കി പോവുകയും ചെയ്തു. പക്ഷേ ശങ്കറിനെ കണ്ട ഭാവം പോലും നടിച്ചില്ല അവിടെയുള്ള സ്ത്രീ. വേഷവും രൂപവും ഭാവവും ഭാഷയും എല്ലാം വ്യത്യാസം. ശാരദാമ്മയുടെ ഇരട്ട സഹോദരി ആയിരിക്കും അതെന്നാ ശങ്കർ തിരിയൊന്ന് പറഞ്ഞത്. പിന്നെ മൂത്ത മോള് ശാരിക, അവളെപ്പറ്റി യാതൊരു വിവരവുമില്ല. കണ്ണൂർ പാനൂരോ മറ്റോ ആണ് ഭർത്താവ് രാജുവിന് ജോലിയെ. ശാരിക ഒപ്പം പോയെന്നാ പറയുന്നേ. ഫോൺ നമ്പറൊക്കെ മാറി, ഇങ്ങോട്ടാരും വിളിക്കാറില്ലെന്നാ പറയുന്നേ. പിന്നുള്ളത് വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി, അവർ തക്കരയ്ക്കും പോയി. അവർക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നുള്ളത് നമ്മുടെ ശ്യാമയാ. അവൾ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നീ കരുതുന്നുണ്ടോ? അവളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഒരു നീറ്റിലോടെ എല്ലാം ഉള്ളിലൊതുക്കി പഴയ ജീവിതം ഒരു സ്വപ്നം മാത്രം അവക്ക്. ഒരു രാത്രിയുടെ ആയുസ് മാത്രമുണ്ടായിരുന്ന ഒരു സ്വപ്നം, അതിലെ കഥയോ കഥാപാത്രങ്ങളോ ഇനിയും തന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ആ പാവം വിശ്വസിക്കുന്നു. തന്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് നീ ഒരുക്കിയ നിയന്ത്രണ രേഖകൾക്കുള്ളിൽ ഇതാണ് തന്റെ സ്വർഗമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് ഒതുങ്ങിക്കൂടുക അവള്. ഇപ്പൊ തൃപ്തിയായാലോ നിനക്ക്? തൃപ്തിയല്ലേ? ഭാമേ, ശാരദാമ്മ 19 വർഷം ഒരു തള്ളപ്പക്ഷിയെ പോലെ ചേർത്തണച്ചു പിടിച്ച ഒരു കുടുംബത്തെ അല്ലേ നീ നിന്റെ സുഗ്രീവാജ്ഞകളും കടുംപിടുത്തങ്ങളും കൊണ്ട് തച്ചു തകർത്ത് കളഞ്ഞത് അല്ലേ? ഭാമേ, ഒരുപാട് ശാപങ്ങളുടെയും കണ്ണീരിന്റെയും മേല ഈ വീടിന്റെ അസ്ഥിവാരമെന്ന് ജ്യോത്സ്യന്മാരും സ്വാമിമാരും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാ. അതിന്റെയൊക്കെ തകർച്ചകള് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതുവാ. നീ കണ്ടിട്ടുണ്ടാവും, ഈ കൊടുങ്കാറ്റടിക്കുമ്പോഴും തിരിയിൽ നിന്ന് സ്വതന്ത്രമായിരിക്കാൻ നോക്കും തീയേ. പലതവണ അത് തിരിയിൽ നിന്ന് വിട്ട് ചാഞ്ഞ് അല്പം അകന്ന ശേഷം തിരികെ എത്തി അതൊരു മരണപ്രളത്തോടെ ഒട്ടിപ്പിടിക്കും. തീയെ തിരിക്ക് സ്വതന്ത്രമാക്കാം, കത്തിയുരുവുന്ന നൊമ്പരം ഒഴിവാക്കുകയും ചെയ്യാം. പക്ഷേ തീ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ഒരിരട്ട. ആ തീയായിരുന്നു ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ശാലിനി. ശാരദാമ്മയുടെ വീടും ഇപ്പൊ ഇരുട്ടില്ല ഭാമേ. പക്ഷേ തീയല്ല, സൂര്യനായി തിരികെ വന്നുദിക്കാനുള്ള ശേഷിയുള്ളവളാ ശാലിനി. അത് സംഭവിക്കുമ്പോ സത്യഭാമയുടെ കൊട്ടാരം കണ്ണീരിലും ശാപത്തിലും കടലെടുത്ത് പോകാതിരിക്കാൻ വേണ്ടി മനസ്സിലെത്തി പ്രാർത്ഥിക്കുന്നീ. അന്നും ആ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ശാലിനിക്ക് ശക്തി ഉണ്ടാവൂ. ഈ പണിക്കാർ ഉപേക്ഷിച്ചുപോയ കല്ല് മൂലക്കല്ലാന്ന് കേട്ടിട്ടില്ല നീ? അത് സംഭവിക്കുക തന്നെ ചെയ്യും. സർവ്വരാജകീയ പ്രതാപങ്ങളോടെയും ശാലിനി മടങ്ങിയെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ഒഴിവാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഒന്നും നീയായിട്ട് ശ്രേയയുടെ അടുത്ത് പറയേണ്ടി വരില്ല. ഞാൻ പറയും. എന്നിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും. എന്റെ വീട്ടിലേക്കോ? എന്താ, ഞാൻ വന്നാ അവിടെ ഒന്നും സംഭവിക്കില്ലേ? ചതിച്ചിട്ട് കൈയൊഴിയുന്നതൊക്കെ പഴയ കാലത്തെ ഏർപ്പാടാ. ഇപ്പോഴത്തെ പെൺപിള്ളേരെ നിനക്ക് ശരിക്കും അറിയില്ല. ഞാൻ നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്നെ ആവശ്യമുണ്ടായിരുന്നു. നിനക്കും. നല്ലൊരു ദിവസം നമ്മൾ ഷെയർ ചെയ്തു, നമ്മൾ രണ്ടുപേരും സന്തോഷിച്ചു. സോ ഇനി നമുക്കതങ്ങ് മറക്കാം. യു ചീറ്റ്. നീ എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞെന്ന്? 1-2 ദിവസത്തെ പരിചയത്തിന്റെ പേരില നീ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെയുള്ള ഒരുത്തി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്.
നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാനൊരു വഴിപഴിച്ച പെണ്ണാണെന്നോ? ശരിയാ, ഞാനൊരു അബദ്ധം കാണിച്ചു. നിന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം കഴിഞ്ഞു. അത് നീ എന്നെ വിവാഹം കഴിക്കും, ഒരുമിച്ച് ജീവിക്കുന്നുള്ള പ്രതീക്ഷ കൊണ്ടാ. അല്ലാതെ നിന്റെ പണത്തിന്റെ സൗന്ദര്യത്തിന്റെ പേരില് നിന്റെ പുറകെ വന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തില് നീ എന്നെ പെടുത്തണ്ട. ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മൾ ഒരുമിച്ച് ഒരു രാത്രിയുടെ കൂലിയാണെന്നുണ്ടെങ്കിൽ അത് എത്രയാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാനത് തന്നേക്കാം. നിർത്തടാ, നീ എനിക്ക് വില പറയാണോ? നോക്ക് വിപിൻ, ഒരു മുൻകരുതലും ഇല്ലാതെയാ അന്നത്തെ രാത്രി നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. ഞാൻ പ്രഗ്നന്റ് ആയാലോ? അപ്പോഴും നീ ഇത് തന്നെ പറയോ? പ്രഗ്നന്റ് ആയാൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, ഓക്കേ? ഹലോ വിപിൻ, ഹലോ വിപിൻ. എന്താടി നീ ഇപ്പൊ പറഞ്ഞേ? എന്നെ ഈ കുടുംബത്തിലുള്ളവരെ നീ ചതിച്ചു അല്ലേ? ഈ വീടിനകത്ത് നീ ഒരാളെ വിളിച്ചു കയറ്റിയില്ലേ? രാമകൃഷ്ണന് ഹരി ഇങ്ങോട്ട് വരട്ടെ, നിന്റെ ആട്ടം ഇന്നത്തോടെ നിർത്തി തരാൻ ഞാൻ. മുത്തശ്ശി പറയുന്നതൊന്ന് കേൾക്ക്. ആരും ഇപ്പൊ ഒന്നും അറിയിക്കണ്ട. അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം. എന്തു പരിഹാരമാണ് നീ ചെയ്യാൻ പോകുന്നേ? ഇക്കാര്യം പുറത്തറിഞ്ഞാലേ ഹരിക്കും രാമകൃഷ്ണനും പുറത്തിറങ്ങാൻ പറ്റുമോ? ഈ കുടുംബത്തിന്റെ അഭിമാനം എന്താവും? അതൊന്നും നീ ഓർത്തില്ലല്ലോ. രാമകൃഷ്ണനെ വിളിക്കാം, ഇപ്പൊ തന്നെ അവനത് അറിയട്ടെ. വിടാനാ പറഞ്ഞത്, എന്നെ വിടാനാ പറഞ്ഞത്. നിങ്ങളോടൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്? വിട്ടാതെ ഒടങ്ങി ഒതുങ്ങി ഇരുന്നു ഇവിടെ. ഈ കാര്യങ്ങൾ ആരോടെങ്കിലും പറയാൻ നിങ്ങളുടെ നാവ് പൊന്തിയാലേ കഴുത്ത് ഞെരിച്ചു ഞാൻ കൊന്നാളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി ഇത് എവിടെ പോയതായിരുന്നു? എന്തേ? അല്ല, കൊറേ നേരം ആയല്ലോ പോയിട്ട്. എനിക്കൊന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി അമ്മാവനെ ഒന്ന് കണ്ടു. ആരെ? ഹരിഹരന്റെ അമ്മാവനെയോ? അമ്മാവനെ കാണാൻ പോയതായിരുന്നെങ്കിൽ എന്നോട് കൂടി പറയായിരുന്നില്ലേ? ഞാനും വരുമായിരുന്നല്ലോ. എത്ര നാളായി അമ്മാവനെ ഒന്ന് കണ്ടിട്ട്. മുൻപ് വല്ലപ്പോഴൊന്ന് വിളിക്കെങ്കിലും ചെയ്യുമായിരുന്നു. ഇപ്പൊ അതുമില്ല. അമ്മാവന് ഇപ്പൊ മറ്റൊന്നിനും സമയമില്ല. വലിയൊരു ജോലി ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ജോലിയോ? എന്ത് ജോലി? അതൊക്കെയുണ്ട്. വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാ. കണ്ണൊന്ന് തെറ്റിയാ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നൊരു ജോലി. അതുകൊണ്ട് ഇപ്പൊ നീ തൽക്കാലം അമ്മാവനെ കാണാൻ പോണ്ട. എങ്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരുന്ന എന്താ? ഞാൻ പറഞ്ഞില്ലേ, ചില വലിയ പരിപാടികളിലാ പുള്ളി. അതൊക്കെ കഴിഞ്ഞിട്ട് വരും. ചേച്ചി എന്താ ഈ വാലും തുമ്പും ഇല്ലാതെ ഓരോന്ന് പറയുന്നേ? പൊതിഞ്ഞ് പറയേണ്ടത് അങ്ങനെ തന്നെ പറയണ്ടേ? ചേച്ചി എന്താ ഇപ്പോഴും എന്നിൽ നിന്ന് ഓരോന്ന് ഒളിപ്പിക്കുന്നേ? ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ ചേച്ചിക്ക്? അത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ കാര്യമൊന്നും അല്ല. നിന്നിൽ നിന്ന് ഞാനൊന്നും ഒളിപ്പിച്ചു വെക്കുന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ തുടരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് അറിയോ നിനക്ക്?
അത് നമ്മളെ ദ്രോഹിച്ച ഇവിടെയുള്ളവരോട് പ്രതികാരം ചെയ്യാൻ. ആണല്ലോ. അപ്പൊ പ്രതികാരം മനസ്സിലിട്ട് നടന്നാ മതിയോ? അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ നമ്മള്? അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ആ അമ്മാവനെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇനി ഒന്നിനും അങ്ങോട്ട് സമയമില്ല നമുക്ക്. ഇത്ര നാള് കാത്തിരുന്ന് തന്നെ സന്ദീപിനെ നിനക്ക് കിട്ടാൻ വേണ്ടിയാ. അതിനൊരു തീരുമാനം ഉണ്ടായ സ്ഥിതിക്ക് ഇനി നടക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ശരികളുമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ കൊണ്ടാവുന്ന വിധത്തിൽ നീയും എന്നെ സഹായിക്കണം. എന്ത് എപ്പോഴെന്നൊക്കെ വഴിയെ ചേച്ചി പറഞ്ഞുതരാം. ഓക്കെ? ചേച്ചി നന്നെ, ചേച്ചിയുടെ കഴുത്തിൽ എന്തോ ഒരു പാട് പോലെ. അത് എന്തോ അലർജി പോലെ വന്നതാ. ഡോക്ടറിനെ കണ്ടു, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഹരിഹരൻ അമ്മാവനോ? അതാരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കരയാതെ കാര്യം പറയാമോ? എന്തിനാ ലച്ചു കരഞ്ഞുകൊണ്ട് ഓടിയത്? നിന്നെ കവിതേച്ചി വഴക്ക് പറഞ്ഞോ? നിനക്കറിയില്ലേ കവിതേച്ചി അവരെ എങ്ങനെ നോവിക്കാന്ന് പറഞ്ഞാ നടക്കുന്നെ? ലച്ചുവിനോട് ഞാൻ സീരിയസ് ആയ ഒരു കാര്യം പറയട്ടെ. സ്വാതി പിണങ്ങി വീട്ടിൽ ചെന്ന് നിൽക്കുക. കവിതേച്ചി ഭ്രാന്ത് പിടിച്ച മട്ടിലും. മുത്തശ്ശിയുടെ മരണവും കഴിഞ്ഞു. ഈ അവസരത്തിൽ എന്ത് ചെറിയ സംഭവം ഉണ്ടായാൽ പോലും മനസ്സിൽ വയ്ക്കാതെ നമ്മളത് ഷെയർ ചെയ്യണം. നമ്മളെല്ലാവരും ഭയപ്പെടുന്നത് ഒരു സത്യത്തെയാണ്. അത് ഏത് വഴിക്കാ പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ നമ്മളത് തുറന്നു പറയണം. എന്താമോ? ചേച്ചി വിവരങ്ങളെല്ലാം അറിഞ്ഞ പോയതെന്ന് അപ്പച്ചി എന്നോട് പറഞ്ഞു. അവര് നിന്നോട് ഈ വിഷയം സംസാരിക്കുമ്പോ നീ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. നിന്നെ കൊണ്ട് പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ചേച്ചി സത്യം അറിഞ്ഞു എന്നുള്ളത് ഉറപ്പാ. അതിനെന്തുറപ്പാ അമ്മൂനുള്ളത്? ചേച്ചി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അമ്മു, നീ എന്തേ പറഞ്ഞത്? കവിതേച്ചി തന്നെയാണോ ഇതും നിന്നോട് പറഞ്ഞത്? കൊണ്ടേ നീ ഈ വിവരം അറിഞ്ഞിരുന്നോ? ഞാൻ സഞ്ജുവിനെ വിളിച്ചതല്ലേ. സഞ്ജു എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. കാവേരി ചേച്ചി ചേച്ചിയുടെ അമ്മയെ വിളിച്ചൊന്ന് ചോദിക്ക. അപ്പൊ സത്യം അറിയാലോ. ഞാൻ എന്താ വല്യച്ചോട് ചോദിക്കേണ്ടത്? ശ്രീകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നോ? അത് സത്യമല്ലെങ്കിലോ? കവിതേച്ചി പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാവേരി ചേച്ചി വിശേഷം ചോദിക്കുന്ന മട്ടിലൊന്ന് വിളിക്കേ. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. നമുക്ക്
ചന്ദ്രകാന്തം വരെ ഒന്ന് പോയാലോ അമ്മു? ശ്രീകുട്ടി ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് മണ്ടത്തരോ? അമ്മയ്ക്ക് ഇപ്പൊ യാത്ര ചെയ്യാൻ പോലും പറ്റുന്ന ശാരീരികാവസ്ഥയിലല്ല. ഞാൻ അമ്മയുടെ കൂടെ വന്ന അമ്മയുടെ മകൻ എന്നെയായിരിക്കും ശകാരിക്കാം. സ്വാതി പോയിട്ടില്ലേ ഉള്ളൂ അമ്മേ. ശ്രീദേവിയമ്മ ഇപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ? നീ കേട്ടത് സത്യം അമ്മ. ഞാനിപ്പോ വല്യേച്ചിയെ വിളിച്ചതേ ഉള്ളൂ. ചോദിക്കാതെ തന്നെ വല്യേച്ചി കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, അഡ്വക്കേറ്റ് മൂർത്തിയായിരുന്നല്ലോ കവിതയുടെ വിശ്വസ്തനായ അഡ്വക്കേറ്റ്. ഇപ്പൊ എന്താ എന്നെ തേടി വന്നത്? കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കാനാ? ഇപ്പോഴെങ്കിലും കവിതയ്ക്ക് ബോധ്യമായല്ലോ. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഒരു കേസെങ്കിലും എനിക്ക് തരാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കവിതയോട് അഭ്യർത്ഥിച്ചതാണ്. അന്ന് കവിതയായിരുന്നു MD. ഇനി മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ നിങ്ങളായിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാ. സഞ്ജു അതിന് സമ്മതിക്കൂ? അയാളല്ലേ ഇപ്പോഴത്തെ MD? കളികൾ മാറാൻ പോവാ വക്കീലെ. മംഗലശ്ശേരി ഗ്രൂപ്പ് സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് എന്റെ കൈകളിലെത്താൻ ഇനി അധിക നാളുകളില്ല. ഗുഡ്. ഞാൻ എന്തിനും കൂടെ നിൽക്കാം. പറയൂ, ഇപ്പൊ എന്താ എന്നെ കൊണ്ടുള്ള ആവശ്യം? എന്റെ ഹസ്ബൻഡാണ് ഗൗതം. മാണിക്യമംഗലത്തെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഇപ്പൊ ഗൗതത്തിന്റെ പേരില. ഗൗതം ആ സ്വത്തുക്കൾ ഭാര്യയായ എനിക്ക് ഇഷ്ടദാനം നൽകുന്നതായി നിങ്ങളൊരു ആധാരം തയ്യാറാക്കണം. അതൊക്കെ, പക്ഷെ അയാൾ വിട്ടുതരുമോ? അതെനിക്ക് വിട്ടേക്ക്. ഗൗതത്തെ കൊണ്ട് ഞാനത് ഒപ്പുവയ്പ്പിച്ചാ പോരെ? എന്ന ഡോക്യുമെന്റ്സ് ഉടനെ ഞാൻ തയ്യാറാക്കാം. ഓക്കെ. ഞാനിതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ കവിത തന്ന വാക്ക് മറന്നുപോകരുത്. ഒരിക്കലുമില്ല. ഇനി എനിക്ക് വക്കീലിന്റെ സഹായം കൂടിയേ തീരൂ. ഞാൻ ഒപ്പമുണ്ട്, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, എന്നാ ആയിക്കോട്ടെ. മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ തീരുമാനമായി. അമ്മുവും സ്വാതിയും അടിച്ചു പിരിഞ്ഞു. സഞ്ജു നടുക്കടലുമായി. അമ്മുവിനെ കാഞ്ചന തന്നെ കൊല്ലും. മാണിക്യമംഗലം കൂടി സ്വന്തമായാൽ കവിത ലക്ഷ്യസ്ഥാനത്തെത്തും. സുധി, നീ എന്തോന്നും മിണ്ടാത്തെ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഇത് കേട്ടപ്പോ ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി. സ്വാതിയിൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്വാതി, നീ എന്തെങ്കിലും ഒന്ന് പറ. സ്വാതി, എന്താ നിനക്ക് എന്നോട് വെറുപ്പാണോ? സ്വാതി, നീ എന്തെങ്കിലും ഒന്ന് പറയേ. പോകാൻ ഒരുങ്ങിയത് അതിനും സാധിച്ചില്ല. സ്വാതി, എന്താ ഈ പറയുന്ന? എന്നെ വിട്ട് നിനക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനൊരു ചിന്ത നിന്റെ മനസ്സിൽ തോന്നിയപ്പോ നീ ഒരു നിമിഷമെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചോ? പറയേ സ്വാതി. ഞാൻ പിന്നെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് എങ്ങനെയാ? എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പല്ലവി കാണിച്ച കള്ളത്തരത്തെക്കുറിച്ച് സാറിനോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ. അതിലെനിക്ക് തീരാത്തത്ര കുറ്റബോധമുണ്ട്. ചെയ്തു പോയ തെറ്റ് ഞാൻ എങ്ങനെയാ തിരുത്തേണ്ടത്? സാർ അതൊന്ന് പറയണം. സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഇനി അതിന്റെ പേരിൽ സാറിന് എന്നെ തല്ലണമെങ്കിൽ തല്ലാം. ഞാൻ നിന്ന് തരാം. എങ്ങനെ വേണമെങ്കിലും സാറിന് എന്നെ ശിക്ഷിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാറിനുണ്ട്. പക്ഷേ എന്നോടിങ്ങനെ സംസാരിക്കാതിരിക്കരുത്. സാറ് മിണ്ടാതിരുന്ന, പിണങ്ങിയിരുന്ന എനിക്കത് സഹിക്കില്ല. പാർവതി, എന്റെ ഉള്ളിലെ വിഷമം കാരണോ എനിക്ക് തന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. താൻ എങ്ങനെയാ കുറ്റക്കാരിയാവുന്നത്? ഇങ്ങനെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഞാനും താനും ഒന്നാണ്. തനിക്കുണ്ടാവുന്ന നല്ലതും ചീത്തയും എന്നെയും ബാധിക്കുന്നതാണ്. നീ എങ്ങനെ സങ്കടപ്പെടുന്നുവോ അത്രത്തോളം സങ്കടം എനിക്കുമുണ്ട്. താൻ കരയുന്നു, ഞാൻ കരയുന്നില്ല. പറയാനുള്ളത് മുഴുവൻ ഞാൻ കുറച്ചു മുമ്പ് തന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പിണക്കമൊന്നുമില്ല. ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കരുത്. അത് മാത്രമേ എനിക്കിപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇല്ല സർ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല. സാറിനെ ഇനി ഒരു തരത്തിലും ഞാൻ വിഷമിപ്പിക്കില്ല. സാറ് തന്ന ഭിക്ഷയാ എന്റെ ഈ ജീവിതം. അതെന്നും സാറിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി സാറിനെ മറച്ചു വെച്ച് ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. ഇവര് തമ്മിലിന്ന് പിണങ്ങി പിരിയുന്ന ഞാൻ കരുതിയത്. അതുണ്ടായില്ലല്ലോ. വിശാൽ സാറിനെ സമ്മതിക്കണം. ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടും സാറ് ചേച്ചിയോട് പുറത്തല്ലോ. ഇതുപോലെ വിപിൻ സാറും എന്നോട് പുറത്താ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ മുതൽ ഫോൺ ഓഫാക്കി വെച്ചതുകൊണ്ട് കടം തന്നവന്റെ ശല്യത്തിനൊരു കുറവുണ്ട്. അല്ലെങ്കിൽ സൗകര്യം തരാതെ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. പണം കൊടുക്കുമല്ലോ, അത് പറഞ്ഞ അയാൾക്ക് മനസ്സിലാവണ്ടേ? ഇന്ന് തന്നെ അത് കൊടുക്കണം, അല്ലെങ്കിൽ പണി പാളും. വെട്ടൊന്ന് മുറി രണ്ടെന്ന കക്ഷിയാണ് അവൻ. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു തീർന്നില്ല. എത്തിയോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചപ്പോ നേരെ ഇങ്ങോട്ട് തന്നെ കയറി വന്നോ? കാലേ വണക്കണ്ണ. എടാ പ്രതാപ, എന്തോ? നിന്റെ തെണ്ടിത്തരം നീ എന്നോട് കാണിക്കരുത്. പതുക്കെ.
നിന്നെക്കാളും വലിയ ഫ്രോഡുകളെ കണ്ടവനാടാ ഈ ഞാൻ. എന്താടാ നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? അണ്ണാ കൈയെടുക്കണ അണ്ണാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈയെടുക്ക്. അതെ, ഫോൺ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചൊന്നുമല്ല. രാവിലെ നോക്കിയപ്പോഴേ ഫോൺ വർക്കാവുന്നില്ല. എന്തോ കംപ്ലൈന്റ്. ഇല്ലെങ്കിൽ അണ്ണനെ ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലായിരുന്നു. ആ ഫോണിന്റെ കേസ് കേട്ട അവിടെ നിൽക്കട്ടെ. എന്റെ പണം എവിടെ? പണം എടുക്കടാ. അണ്ണാ, പണം ഇന്ന് റെഡിയാവും. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കിപ്പോ എന്റെ കാശ് വേണം. കാശ് തരാന്നേ. അണ്ണാ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇനിയും വെയിറ്റ് ചെയ്യാനോ? അതിനൊന്നും എനിക്ക് പറ്റില്ല. പണം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. അണ്ണാ അണ്ണാ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഒരു മണിക്കൂർ മതി, അത്ര മതി. അണ്ണനൊന്ന് പോയി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും പണം റെഡി ആയിരിക്കും. ഇപ്പൊ ചെല്ല്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ചെല്ല്. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാ പണം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അണ്ണനാണോ സത്യം? അണ്ണൻ ചെല്ല്. ശരി, ഞാൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. അന്നേരം നീ വല്ല അവധിയും പറഞ്ഞ? ഇല്ല, പറയില്ല. പ്രതാപ, പിന്നെ നീ കാണുന്നത് ഞങ്ങളുടെ ഗോഡൌണിലായിരിക്കും. ഇല്ല, പോയിട്ട് വാ. പറയില്ല. അറിയാലോ, വെറുതെ അവരുടെ കൈക്ക് പണിയുണ്ടാക്കരുത്. അറിയാം. 1 മണിക്കൂർ. ഓ ചേച്ചി, ഒരു മിനിറ്റ്. എന്താ പ്രതാപ? ചേച്ചി, അയാള് വന്നു. ആരാ വന്നത്? ആ ബ്ലേഡിന് പണം തന്നവൻ. അയാൾക്ക് ഇന്നും കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എന്നിട്ട് അയാൾ എവിടെ? പുറത്ത് നിൽക്കുവാണോ? ഇല്ല, തൽക്കാലത്തേക്ക് അയാളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ പണം തിരികെ കൊടുക്കാൻ വാക്ക് പറഞ്ഞിരിക്കുക. 1 മണിക്കൂറിനകത്ത് തിരികെ കൊടുത്തേ മതിയാവും. എടാ, ഇല്ലെങ്കിൽ വിഷയം വഷളാവും ചേച്ചി. ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കാതെ ചെല്ല്. 30 ലക്ഷം ഒപ്പിച്ചോണ്ട് വാ. നീ ഇങ്ങനെ പെടയ്ക്കാതടാ. പണം ഞാൻ ഒപ്പിച്ചുതരാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇനി അധികം സമാധാനത്തിൽ പറ്റത്തില്ല. ഇപ്പൊ തന്നെ പണം കിട്ടണം. ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ 4 ആൾ അറിയേ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ട്, ഐശ്വര്യ. അത് നീ മറക്കരുത്. അപ്പോ ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി ആദ്യം താലി കെട്ടി എന്റെ അഭിയോ അവളെ ഞാൻ എന്ത് ചെയ്യും? അമ്മയും മോനും അതിന് മറുപടി പറയേ. എന്താ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പെണ്ണല്ലേ എന്റെ അഭി? എന്തേ അമ്മയുടെ മോന്റെ നാവിറങ്ങിപ്പോയോ? നിങ്ങൾ രണ്ടാളും കൂടി ചതിയിലൂടെ എന്റെ അഭിയെ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പോ ഭാഗ്യത്തിന് അവളെ ഞാൻ വീണ്ടും കണ്ടു. ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയേ. നീ കെട്ടിയ താലി ഐശ്വര്യയുടെ കഴുത്തിലുള്ളത്. അതിനു മുമ്പ് ഞാൻ താലി കെട്ടിയത് എന്റെ അഭിയുടെ കഴുത്തിലാണ്. ആ താലി ഇപ്പോഴും അഭിയുടെ കഴുത്തിലുണ്ട്. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ അഭിയെ ഞാൻ ഉപേക്ഷിക്കണോ? ആലോചിക്കേ. രണ്ടാളും കൂടി നന്നായിട്ട് തന്നെ ആലോചിക്കേ. എന്നിട്ട് അതിനൊരു ഉചിതമായ ഉത്തരം കിട്ടുമ്പോൾ എന്നെ വിളിക്കേ.
അരുൺ, നീ എന്നെ ചതിച്ചല്ലേ? ഞാൻ എന്റെ ജീവിതം എറിഞ്ഞൊടുക്കുന്നത് എന്തിനാ? തകർക്കേണ്ടത് അവളെയല്ലേ, ആ അശ്വതിയെ. അശ്വതി, അവളാ തകരേണ്ടത്. അവളും മോളും ഇനി അധികകാലം വാഴില്ല. ഞാൻ വാഴിക്കില്ല. അശ്വതി ശ്രീകുട്ടി അരുണ് വെറും ദുസ്വപ്നമായി തീരും. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ? എന്താ ഒറ്റയ്ക്കൂടെ വന്നൂടെ? അയ്യോ വരാമേ. പക്ഷേ ശ്യാമെ കൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നേനെ. എന്ത് രസം? അല്ല, കഴിഞ്ഞ ദിവസം രണ്ടാളും കൂടെ ഇവിടെ വന്ന സംഭവങ്ങളൊക്കെ മറന്നുപോയോ? ഒന്നും മറന്നിട്ടില്ല. ശ്യാമ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അവളെ അമ്മ ആട്ടി ഓടിക്കുന്നത് കാണായിരുന്നു. ഏഴത്തിയുടെ ഈ സ്വഭാവം ഇനിയും തുടരാനാണ് ഭാവമെങ്കില് ഒടുവിൽ ഈ വീട്ടിൽ നിന്ന് അമ്മ ആട്ടി ഓടിക്കുന്നത് ഐശ്വര്യടുത്തിയാവും. പിന്നെ അങ്ങനെ പലർക്കും ആഗ്രഹം ഉണ്ടാകും. ഒരിക്കലും നടക്കില്ല. നമുക്ക് കാണാം. ആ കാണാം. അഖി, അഖി, ഇവിടെ താമസിക്കാനല്ല ഞാൻ വന്നത്, അമ്മയൊന്ന് കാണാനാ. എന്താടാ കാര്യം? അമ്മയൊന്ന് റെഡിയായേ. ഇപ്പൊ തന്നെ ഒരു സ്ഥലം വരെ പോണം. ഒരു സ്ഥലം വരെ പോകാനോ? എന്തിന്? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അമ്മ വേഗം പോകാൻ റെഡിയാവും. അമ്മേ, ഇതെന്തോ ചതിയാ. ഇത് ശ്യാമയുടെ എന്തോ ഗൂഢ പദ്ധതിയാ. അമ്മ എവിടെയോ കൊണ്ടുപോയിട്ടേ അപകടപ്പെടുത്താനാ. അമ്മ പോവരുത്, ഞാനാ പറയുന്നേ. അമ്മയ്ക്ക് അഖിയെ വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മ എന്റെ ഒപ്പം വരും. എന്ത് വിശ്വാസം? അതൊന്നും ഇവിടെ നടക്കില്ല. അമ്മ ഇപ്പോ നീ വിളിക്കുന്നിടത്തൊന്നും വരുന്നില്ല, അത്ര തന്നെ. അമ്മേ, റെഡിയായി വന്നേ, വേഗം പുറപ്പെടണം. എവിടേക്കാ? ഞാൻ പറയുന്നില്ല, അത് കുറച്ച് സസ്പെൻസാ. ഞാനാ വിളിക്കുന്നേ. അമ്മ വേഗം വാ. അമ്മേ, പോവരുത്, ഐശ്വര്യ പറയുന്നേ. ശ്യാമ ചതിക്കും. കണ്ടോ, ഞാൻ പറയുന്നതേ അമ്മ കേൾക്കൂ. അമ്മ വരില്ല. അത് ഐശ്വര്യാണോ തീരുമാനിക്കുന്നത്? അമ്മ, നീ ഇവിടെ നിൽക്ക്. ഞാനൊന്ന് ചെന്ന് ഡ്രസ്സ് മാറ്റിക്കോട്ടെ. ഇപ്പൊ പുറപ്പെടാം. അമ്മേ, അല്ലെങ്കിൽ ഈ അമ്മ ഇങ്ങനെയാ. എല്ലാത്തിനും ഐശ്വര്യ വേണം. മക്കളുടെ കാര്യം വരുമ്പോ അവരുടെ പക്ഷം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇന്നമ്മ വലിയ സത്യം അറിയണം. അതെന്റെ വാശിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിണ്ടരുതെന്നാ ഞാൻ പറഞ്ഞത്. നീ എന്നെ സ്വാതന്ത്ര്യത്തോടെ
ACP എന്നൊന്നും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഇന്ന് മുതൽ സർ സർ എന്ന് വിളിച്ചാ മതി. സർ. ഇന്നു മുതൽ ഞാൻ സാറിനെ അനുസരിക്കാം. അത് നിങ്ങളെ പേടിച്ചിട്ടോ നിങ്ങളുടെ അടിമയായതുകൊണ്ടൊന്നുമല്ല. സാറിന്റെ ഭാര്യയായിരുന്നവൾ ആ വൈശാഖിന്റെ കൂടെ ഒളിച്ചോടിയതിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ആ വൈശാഖിനെ ഉൾപ്പെടുത്തി കളിച്ചൊരു നാടകത്തിൽ എനിക്ക് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു. കഥ അറിയാതെ ഞാൻ കളിച്ചൊരു നാടകമായിരുന്നു അത്. കഴിഞ്ഞതൊന്നും നീ എന്റെ മുന്നിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട. കത്തിജ്വലിക്കുന്ന ഓർമ്മകളിൽ ഞാൻ വെന്ത് നീറി ഞാനല്ലാതെയാവും. ഒരു പക്ഷേ നിന്നെ ഞാൻ കൊന്നുകളയും. കൊല്ലണ്ട. കൊന്ന നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇവളുടെ 2 കാലുകളും തല്ലി ഓടിച്ചാ മതി. സർ, സാറിനും കുഞ്ഞിനും ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ സ്നേഹോപചാരങ്ങളൊന്നും എനിക്ക് വേണ്ട. സ്നേഹമൊന്നും എനിക്കും ആവശ്യമില്ല. രാത്രിയില് അങ്ങ് പാല് കുടിച്ചു കിടക്കുന്നൊരു ശീലം ഉണ്ടെന്ന് എന്റെ മഹതിയായ അമ്മായിയമ്മ പറഞ്ഞു. അതാ പാലും കൊണ്ട് വന്നത്. തന്നെയുമല്ല, പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങിയ നല്ല ഉറക്കവും കിട്ടും. ദാ പാല്, നല്ല ചൂടുണ്ട്, സൂക്ഷിച്ചു കുടിക്കണേ. അവളുടെ ഒരു സ്നേഹോപദേശം. അവളുടെ ഒരു പാലും പാൽപായസവും. എന്താ ഇവിടെ? എന്താ ഒരു നിലവിളി കേട്ടത്? അത് മുതലമ്മയുടെ മറുതയായിരുന്നു. മുതലമ്മയുടെ മറുത? ആ, അങ്ങനെ ഒരു മറുത ഈ തറവാട്ടിലുണ്ട്. മറ്റുള്ളവരുടെ ചോര കുടിക്കാൻ നടക്കുന്ന മറുത. ആ, അതിടക്കിടക്ക് ഇങ്ങനെ അലറും. ഉറക്കം വരുന്നു. എനിക്കൊന്ന് കിടക്കണമല്ലോ. നിലത്ത് കിടന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. യോ, എടീ മൊബൈൽ ഫോൺ ഓണാക്കല്ലേ? നീ ഓണാക്കിയോ? ഇല്ല. ഇത് നീ ഓണാക്കരുത്. അവനെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. അവര് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നമ്മളെ പിടികൂടും. അതെനിക്കറിയാം. ഞാൻ മൊബൈൽ ഓണാക്കിയിട്ടില്ല. അതിരിക്കട്ടെ, എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? അതൊക്കെ പറയാം. ഇത് രൂപ 1.5 കോടിയാ. ഇതിങ്ങനെ കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ബാങ്കിലിടാൻ പറ്റില്ലേ? എടി, പറ്റില്ല. നമുക്ക് ഇത്രയും പണം കയ്യിൽ വരാനുള്ള സോഴ്സ് ഒക്കെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. വലിയ പൊല്ലാപ്പതൊക്കെ. നമുക്കിത് ഒരുമിച്ച് ചെലവാക്കാനൊന്നും പറ്റില്ല. പതുക്കെ പതുക്കെ മാത്രമേ
ഇത് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് വരുത്തി മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ പിന്നെ വിജിലൻസ്, എൻഫോഴ്സ്മെന്റ്. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ. തേങ്ങ പൊതിക്കുന്ന പട്ടികളും ഉണ്ട്. ഏതായാലും ഞാനൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അതേ പ്രാക്ടിക്കലാവും. നീ പറ. അതെ, നമുക്കേ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഉൾഗ്രാമത്തിലോട്ട് പോവാം. അവിടെ എവിടെയെങ്കിലും ഒരു നല്ല വീട് കണ്ടെത്തി കുറേ കാലം അവിടെ ജീവിക്കാം. അല്ല, നിന്റെ അഭിപ്രായം എന്താ? അത് നല്ലതാ. ആരും അറിയില്ല. ഈ തേനിയിലോ പെരുങ്കുളത്തോ പൊള്ളാച്ചിയിലോ. അതിലും ഉൾഗ്രാമത്തിൽ പോവാം. അതൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്തോളാം. പക്ഷെ എങ്ങനെ പോവും നമ്മള്? ബസ്സിലോ ട്രെയിനിലോ ഒക്കെ കയറി? നില്ല്, നാളെ തന്നെ നമുക്കൊരു കാർ വാങ്ങാം. അതെങ്ങനെ പറ്റും? കാറ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കണ്ടേ? മൈഥിലി, സെക്കൻഡ് ഹാൻഡ് കാർ. അത്തരം കാറുകൾ കാശ് കൊടുത്താൽ നമുക്ക് അപ്പം തന്നെ വാങ്ങിക്കാം. അത് നാളെ തന്നെ നമ്മൾ വാങ്ങിയിരിക്കും. ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ കാറിലാണ് യാത്ര. എടോ, എന്തായാലും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മൾ ഒന്നായിരിക്കുന്നു. ഇനി ഞാനും നീയും മാത്രം. നമ്മുടെ ജീവിതം നമുക്കൊരു ഉത്സവമാക്കി ആഘോഷിക്കണം. കേട്ടോ സാവിത്രി? എന്താ എന്താ ഞാനാണ് ആ അതെ സാവിത്രി. നിനക്കെന്ത് പറ്റി? നീ വല്ല മൈൻഡ് ഷോയ്ക്കും പോകുന്നുണ്ടോ? ഞാൻ മൈൻഡ് ഷോയ്ക്ക് ചേർന്നൊന്നും അല്ല. പിന്നെ എന്റെ മുഖം ചെറുതായിട്ടൊന്ന് പൊള്ളി. ചെറുതായിട്ട് പൊള്ളി? എങ്ങനെ പൊള്ളി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.